നമസ്കാരം, ന്യൂസ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ആതിര നായർ. ഇന്ന് ആദ്യം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാത്രി കോഴിക്കോടെത്തും. തളിക്ഷേത്രം സന്ദർശിക്കും. പയ്യാമ്പലം ബീച്ചിൽ മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തും. നായനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെയും കാണുന്നുണ്ട്. കൊട്ടിയൂർ ക്ഷേത്രം അടക്കമുള്ള ആരാധനാലയങ്ങൾ സന്ദർശിക്കും. കൊല്ലത്ത് ഖനന സാധ്യതയുള്ള ഇടമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിലും തമിഴ്നാട്ടിലും ഖനന സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തുമെന്നും സുരേഷ് ഗോപി. പ്രതികരണം സഹമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ. ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം. അന്വേഷണം പട്ടയത്തിന് NOC നൽകിയതിൽ. അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. അന്വേഷണം 4 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കണം. ലോക കേരള സഭാ ക്ഷണം നിരസിച്ചതിൽ വിശദീകരണവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ. കഴിഞ്ഞ 3 തവണ എന്നെ പരിപാടിക്ക് വിളിച്ചിട്ടില്ല. എന്നോട് ചെയ്തത് എന്റെ മനസ്സിലുണ്ട്. എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ പരിപാടിക്ക് താൻ എന്തിനു പോകണം? കൊല്ലത്ത് വെച്ച് പോലും തനിക്ക് നേരെ ആക്രമമുണ്ടായി. അക്രമത്തെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം താൻ ഇല്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. സമ്മേളനത്തിന്റെ 2ാം ദിവസവും നിയമസഭ പ്രക്ഷുബ്ധം. +1 സീറ്റുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സർക്കാർ പരിഗണന നൽകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. +1 പ്രവേശനത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ബാർക്കോഴ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും നേർക്കുനേർ. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രി MP രാജേഷ് നോക്കുകുത്തിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ബാർക്കോഴ വിവാദത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് അർജുൻ രാധാകൃഷ്ണൻ. സർക്കാർ നടത്തുന്നത് വികൃതമായ മുഖം മിനുക്കാനുള്ള ശ്രമം. ഭാര്യാപിതാവിന് ബിസിനസ് സമയത്തുണ്ടായിരുന്ന നമ്പറുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ വിവാദം. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അർജുൻ രാധാകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട്. കൊലപാതക കേസിൽ കന്നഡ താരം ദർശൻ അറസ്റ്റിൽ. അറസ്റ്റ് ചിത്രദുർഗ സ്വദേശിയായ രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ. ദർശനൊപ്പമുള്ള 9 പേരും അറസ്റ്റിലായിട്ടുണ്ട്. വകുപ്പ് വിഭജനത്തിന് പിന്നാലെ ചുമതലയേറ്റ് കേന്ദ്രമന്ത്രിമാർ. അമിത്ഷാ, അശ്വിനി വൈഷ്ണവ് അടക്കമുള്ളവർ ഇന്ന് ഓഫീസുകളിലെത്തി. കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ചുമതലയേറ്റു. മണിപ്പൂർ വിഷയത്തിൽ മുൻ മോദി സർക്കാരിനെതിരെ RSS മേധാവി. സംഘർഷം പരിഹരിക്കണം. യഥാർത്ഥ സേവകനെന്നാൽ അഹങ്കാരിയോ മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടുത്തുന്നവനോ ആകരുത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത്തരം മര്യാദകൾ ലംഘിക്കപ്പെട്ടുവെന്നും മോഹൻ ഭാഗവത്. ഇടുക്കി അടിമാലി 14-ാം മൈലിൽ റോഡ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് അപകടം. മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 2 പേരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടം ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത്. UPയിൽ കോൺഗ്രസിന്റെ നന്ദി പ്രകാശന യാത്ര ഇന്നു മുതൽ. 403 നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളെ കണ്ട് നന്ദി അറിയിക്കും. ഈ മാസം 15 വരെ യാത്ര തുടരും. ആന്ധ്രാപ്രദേശിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ച് നടനും ജനസേന പാർട്ടി നേതാവുമായ പവൻ കല്യാൺ. 5 മന്ത്രിസ്ഥാനങ്ങളും നൽകണമെന്ന ആവശ്യമുന്നയിച്ചത് ചന്ദ്രബാബു നായിഡു സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ.
പന്തീരങ്കാവ് പീഡന കേസിൽ വഴിത്തിരിവ്. പെൺകുട്ടിയുടെ മൊഴിമാറ്റം പ്രതിഭാഗത്തിന്റെ സമ്മർദ്ദത്താലെന്ന് അച്ഛൻ. മകൾ ഭർത്തൃവീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നും ആരോപണം. ഞങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി. അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ്. മൊഴിമാറ്റം കേസിനെ ബാധിക്കില്ലെന്ന് അന്വേഷണ സംഘം. പരാതിയില്ലെന്ന് പെൺകുട്ടി സത്യവാങ്മൂലം നൽകി. കേസ് ഒത്തുതീർപ്പാക്കാൻ പെൺകുട്ടി രേഖകൾ ഒപ്പിട്ട് നൽകിയെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. കഴിഞ്ഞ 29-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് കോഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടുള്ള അഫിഡവിറ്റും വക്കാലത്തും തിരുവനന്തപുരത്ത് വെച്ച് തന്നിട്ടുണ്ട്. പന്തീരങ്കാവ് കേസിൽ പെൺകുട്ടി മൊഴിമാറ്റിയതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ. മൊഴിമാറ്റിയത് ഏത് സാഹചര്യത്തിലെന്ന് പരിശോധിക്കും. നേരത്തെ പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നുവെങ്കിലും ലഭിച്ചില്ലെന്നും കമ്മീഷൻ. AI ക്യാമറ പദ്ധതിയിൽ കെൽട്രോണിന് 3ഉം 4ഉം ഗഡു നൽകാൻ ഹൈക്കോടതി അനുമതി. പണം നൽകിയാലും വിനിയോഗിക്കരുതെന്ന് നിർദ്ദേശം. AI ക്യാമറ പദ്ധതികളിൽ അഴിമതി ആരോപിച്ച് VD സതീശൻ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. കോഴിക്കോട് സ്വദേശിനി ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം. ഹാജരാകാതിരുന്ന 2ാം പ്രതി ഡോക്ടർ M ഷഹനയ്ക്ക് നോട്ടീസ് അയച്ച് കുന്ദമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. വിടുതൽ ഹർജിയുമായി പ്രതിഭാഗം. കേസ് അടുത്ത മാസം 20-ന് പരിഗണിക്കും. പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് P ജയരാജൻ. എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചു എന്ന് പരിശോധിക്കണം. ചരിത്രത്തെ ശരിയായി വിലയിരുത്തണം. ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും P ജയരാജൻ. പ്രതികരണം പാനൂരിലെ PK കുഞ്ഞനന്ദൻ അനുസ്മരണത്തിൽ. KPCC പ്രസിഡന്റ് K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി VK ശ്രീകണ്ഠൻ. തൃശൂർ DCC പ്രസിഡന്റായി അടുത്ത ദിവസം ചുമതലയേൽക്കുമെന്ന് ശ്രീകണ്ഠൻ. തൃശൂരിലെ അസ്വാരസ്യങ്ങൾ ഉടൻ പരിഹരിക്കാമെന്നാണ് പ്രതീക്ഷയെന്നും ശ്രീകണ്ഠൻ. അടുത്ത ദിവസം തന്നെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സീനിയർ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഞാൻ തൃശ്ശൂരിലെ താൽക്കാലിക ചുമതല, DCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതിപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസം. കൊച്ചി രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ വൃക്ക നൽകാൻ ഷമീറിനെ പറഞ്ഞു സമ്മതിപ്പിച്ചത് ബെല്ല രാമപ്രസാദ് ഗൊണ്ട. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പരിശോധന നടത്തി. 20 ലക്ഷം പറഞ്ഞുറപ്പിച്ചെങ്കിലും നൽകിയത് 6 ലക്ഷം രൂപ മാത്രം. ഷമീർ 2ാമത്തെ വൃക്കയും നൽകാൻ തീരുമാനിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവയവക്കടത്ത് സംഘം സജീവമെന്നും വിലയിരുത്തൽ. സീറോ മലബാർ സഭ സർക്കുലർ വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സെക്രട്ടറി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചതിയനെന്ന് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ന്യൂസ് മലയാളത്തോട്. ഒരു ചതിപ്രയോഗത്തിലൂടെ വന്ന സർക്കുലറാണ്. അത്തരം ചതിയെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. കാരണം കത്തോലിക്ക തിരുസഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സത്യവും നീതിയും ഉള്ളൊരു സഭയാണ്. ആർച്ച് ബിഷപ്പിനെ അംഗീകരിക്കാത്തൊരു നിലപാടാണോ ഇത്? ആർച്ച് ബിഷപ്പിനെ അംഗീകരിക്കാത്ത നിലപാടുന്ന അസത്യവും അനീതിയും അധാർമികതയും ചെയ്യുന്നത് ആരാണെങ്കിലും ക്രിസ്തു വിശ്വാസികൾക്ക് അവരെ സ്വീകരിക്കാൻ പറ്റും. ചതിയന്മാരെ വച്ച് പൊറുപ്പിക്കില്ല. വൈദികർ ഒറ്റക്കെട്ടായി ചെറുത്തു നിൽക്കുമെന്നും ജൂലൈ 3-ന് ശേഷം തങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ. PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദനി എത്തിയത് തുടർ ചികിത്സകൾക്കും വിദഗ്ധ പരിശോധനകൾക്കുമായി. ഡയാലിസിസ് തുടരുന്നു. ഇന്ത്യൻ സർവകലാശാലകളിൽ വർഷത്തിൽ 2 തവണ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാമെന്ന് UGC ചെയർമാൻ ജഗദീഷ് കുമാർ. വിദേശ സർവകലാശാലകളുടെ മാതൃകയിൽ ഈ അക്കാദമിക വർഷം മുതൽ പ്രവേശനം നേടാം. പുതിയ മാറ്റം വിദ്യാർത്ഥികൾക്ക് നേട്ടമാകും.
നീറ്റ് UG പരീക്ഷയിൽ ക്രമക്കേടുണ്ടെന്ന ആക്ഷേപത്തിൽ വിമർശനവുമായി സുപ്രീം കോടതി. പരീക്ഷയുടെ പരിശുദ്ധിയെ ആക്ഷേപം ബാധിച്ചുവെന്ന് സുപ്രീം കോടതി. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മറുപടി നൽകണമെന്നും കോടതി.